എൻ്റെ പൊന്നുമക്കളെ, ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ദിക്റിന്റെ മഹത്വമെങ്ങാനും നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ നാവിൽ നിന്ന് അതൊഴിഞ്ഞ നേരം ഉണ്ടാവില്ല. മഹാനായ സ്വഹാബി വര്യൻ അബൂദർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് നബിയെ എന്തെങ്കിലും ഒരു ഉപദേശം നൽകണമെന്ന് പറഞ്ഞു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അബൂദറെ, നീ ഒരു തിന്മ ചെയ്തു പോയാൽ ഉടനെ തന്നെ ഒരു നന്മ ചെയ്യണം. ആ ചെയ്തു പോയ തിന്മയെ ഈ നന്മ മായ്ച്ചു കളയും. ഇത് കേട്ട അബൂദർ റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സംശയം ചോദിച്ചു. എന്താണെന്നറിയോ? നബിയെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് നന്മയിൽപ്പെട്ടതാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നന്മകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ നന്മയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ദിവസവും നമ്മൾ എത്രയോ തെറ്റുകൾ അറിഞ്ഞും അറിയാതെയൊക്കെ ചെയ്തു പോകുന്നുണ്ട്. ചെയ്യുന്ന നമുക്ക് ബോധ്യം ഉണ്ടായാലും ഇല്ലെങ്കിലും നമ്മളോടൊപ്പമുള്ള മലക്കുകൾക്ക് അതിനെക്കുറിച്ചെല്ലാം ബോധ്യമുണ്ട്. നോക്കൂ, അവരത് വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു മനുഷ്യൻ തൻ്റെ ആയുസ്സിൽ ഏറ്റവും കൂടുതൽ പറയുന്ന വാക്ക് ഏതോ അതായിരിക്കും അവൻ്റെ അവസാന വാക്കെന്ന് മഹാന്മാരായ ആരിഫീങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നാം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മൊഴിയുന്ന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പരിശ്രമിക്കാം. അള്ളാഹു നമുക്ക് തൗഫീഖ്